ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലക്ഷറി ക്ലോക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ലക്ഷറി ക്ലോക്ക് എന്ന് ഇനി പേര് വീഴാൻ തന്നെ കാരണം ഇത് ഇത്തിരി എക്സ്പെൻസീവായിട്ടുള്ളൊരു ക്ലോക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് കുറേ നാളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ ഇടാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഷേപ്പ് തന്നെ ഡിഫറെൻറ്റ് ഷേപ്പാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യം ബാക്കിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബേസ് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ക്ലോക്ക് ചെയ്യുന്നത് ബ്രൗൺ ആൻഡ് വൈറ്റ് തീമിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മിനി സ്റ്റോൺസാണ്, മിനി ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് റെസിനും പിന്നെ നമ്മുടെ ബ്രൗൺ കളറും മിക്സ് ആക്കിയിട്ട് ഇതുപോലെ എഡ്ജിൽ, അതായത് സൈഡിൽ നമ്മൾ കോർണറിലാക്കിയിട്ട് എഡ്ജിൽ ഇതുപോലെ ഒന്ന് വരിയായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ആ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു കാബേജ് വൈറ്റ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു കാബേജ് കളർ, അതായത് ഒരു ഓഫ് വൈറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അത് ഈ ഒരു രീതിക്ക്. എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള സ്ഥലത്ത് ഈ ഒരു കളറിലെ റെസിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഈ രണ്ട് പീസസിലും ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് എഡ്ജിൽ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഒരു വൈറ്റ് റെസിന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി ചെയ്താലും നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലൊരു ക്ലോക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ സാധനങ്ങളും മെറ്റീരിയലൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്. ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാപ്പി ക്രിസ്റ്റൽ കളർ സ്റ്റോൺ ഇട്ടതിൻ്റെ അടുക്ക് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിന്. അതെന്തിനാന്ന് വെച്ചാൽ ഇനി നമ്മൾ സെക്കൻഡായിട്ട് ഈ ഒരു വൈറ്റ് പിഗ്മെൻ്റ് ഒഴിച്ചതിന് ശേഷം അവിടെ നമ്മളൊരു പ്ലെയിൻ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണും കൂടി ഒരു അതേ സെയിം വരിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ മിനി സ്റ്റോൺസ്, ഗോൾഡൻ സ്റ്റോൺസ് ഇല്ലേ, അതൊന്ന് ഇതുപോലെ അസംബിൾ ചെയ്തിട്ട് തേർഡായിട്ട് അസംബിൾ ചെയ്യുന്നത് ഈ ഒരു മിനി സ്റ്റോൺസ് ആണ് കേട്ടോ. അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം കൂടി ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത്തെ കോട്ടിങ് റെസിന് ഒഴിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ് റെസിന് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോയിൽ ഫാസ്റ്റാക്കി കാണിക്കുന്നതെന്നുള്ളത് മാത്രം, പക്ഷേ ശരിക്കും നമ്മൾ സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഫാസ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ അതിൻ്റെ ബബിൾസ് ഒരുപാടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചെറുതായി ഒന്ന് കൈതട്ടി റെസിൻ താഴെ വീണം അപ്പാടെ റെസിനൊക്കെ മറിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ അധികം മിക്സ് ചെയ്ത്, അപ്പോൾ അങ്ങനെ അറിയാതെ ഇൻ കേസ് മറിഞ്ഞു പോയാൽ നമ്മൾ സോപ്പിട്ട് നല്ലോണം സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പോവും. അപ്പോൾ ഈ ഒരു എപ്പോക്കിൻ്റെ ആർട്ടിൻ്റെ പിഗ്മെൻറ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയണ്ടേ, നമുക്കൊരു പ്രൊഡക്റ്റ് ഭയങ്കര യൂസ് ചെയ്തിട്ട് കംഫർട്ട് തോന്നൂലേ, അങ്ങനെ എനിക്ക് കംഫർട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളതുപോലെ ആദ്യം മിക്സ് ആക്കിയിട്ട് വേണം അതിന്ന് കളർ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് പിഗ്മെൻറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു രണ്ട് പീസസ് അതിന് ഒക്കെ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് വെച്ചില്ലേ, അതിന് നമ്മൾ ഒരു വലിയ സർക്കിളിൽ ഒരു 18 ഇഞ്ചിൻ്റെ സർക്കിളാണ് കേട്ടോ. അതിൽ നമ്മൾ ആ ഒരു പീസസിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലോക്കിൻ്റെ പാർട്ടാണ് കേട്ടോ ആ ഒരു സർക്കിളും. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ ബ്രൗണും വൈറ്റും ആണെന്ന്. അപ്പോൾ ആ ഒരു പീസിലെ ആ ഒരു സൈഡിൽ പോർഷൻ നമ്മൾ ഡിസൈൻ വരച്ച പോർഷനിൽ മാത്രം ഞാൻ ബ്രൗൺ കളർ അയച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെറ്റാലിക് ഗോൾഡ് പിഗ്മെൻറ്റ് ഒന്ന് ഇതുപോലെ ലൈനാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഒരു കോട്ടിങ് കഴിഞ്ഞ് വെച്ചു. പിന്നെ നമ്മൾ ഇനി അടുത്ത കോട്ടിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനൊരുപാട് കോട്ടിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലക്ഷറി ക്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മെറ്റാലിക് ഗോൾഡ് മാർക്കർ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പീസസില്ലേ, അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്കർ വെച്ചിട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മളതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു എഡ്ജിൽ മാർക്കർ വെച്ചിട്ട് കളർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളതിൽ ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെസിൻ വെച്ച് തന്നെ ഒട്ടിച്ചാൽ മതി. കാരണം അതിലും വലിയ ഗ്ലൂ ഇല്ലല്ലോ. അപ്പോൾ റെസിൻ വെച്ച് ഇതുപോലെ പേസ്റ്റാക്കി കൊടുത്തിട്ട് അവിടെ ഗമ്മ് പോലെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പീസസ്, ആ രണ്ട് പീസസ് നമ്മൾ ചെയ്തില്ലേ, ആ രണ്ട് പീസസ് ആ രണ്ട് എഡ്ജിലും വെച്ച് കൊടുക്കുക. ഒന്നിപ്പുറത്ത് രീതിയിൽ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ക്ലോക്ക് ഏകദേശം 18 ഇഞ്ച് ആ ഒരു സൈസാണ് കേട്ടോ ഈ ഒരു ക്ലോക്കിൻ്റെ സൈസായിട്ട് വരുന്നത്. അങ്ങനെ രണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ഡ്രൈ ആയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അടുത്ത കോട്ടിങ് ചെയ്യുന്നത്. അത് പ്ലെയിൻ റെസിനാണ് ഒഴിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു പ്ലെയിൻ കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോട്ടിങ് കഴിഞ്ഞിട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിലും കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, അതുപോലെ റെസിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സെൻറ്ററിൽ മാത്രമേ ബ്രൗണി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി 2 പീസസ് നമ്മൾ എക്സ്ട്രാ വെച്ചില്ലേ, അവിടെ 2 അടിക്ക് നമ്മൾ പ്ലെയിൻ റെസിനും സെൻറ്റർ പോർഷനിൽ ബ്രൗൺ കളർ റെസിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 2 വീക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം മേ ബി, എന്നാലും കുറച്ച് ദിവസം അതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിന് ഒരുപാട് കോട്ടിങ് വേണം. അപ്പോൾ ഒരു കോട്ടിങ് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ എന്തായാലും നമുക്ക് 24 hours വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലോക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇനി ഇതുപോലെ എഡ്ജസിലൊക്കെ കറക്റ്റ് റെസിനാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെ ഒഴിഞ്ഞു പോയാൽ അത് നമ്മുടെ ക്ലോക്കിൻ്റെ ഫൈനൽ റിസൾട്ടിനെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ റെസിൻ കറക്റ്റ് എത്തിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ജസ്റ്റ് അത് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ ആവാത്ത രീതി എവിടെയാണെന്ന്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെയാണ് എന്ത് വന്നിട്ടുണ്ടാൽ, ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കുമിളകൾ വരും. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, ബബിൾസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ഇനി ഇതുപോലെ നമ്മൾ വീണ്ടും മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ, വെറുതെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടൊന്ന് വരെ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, അതായത് ഒരു മാർബിൾ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു ക്ലോക്ക് നമ്മൾ 24 hours ശേഷമാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. ഈ ഒരു വെറൈറ്റി ക്ലോക്ക് ചെയ്യാൻ കാരണം, ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ പല ക്ലോക്കും പല ആർട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉപ്പ എപ്പോഴും പറയും, പിന്നെ ഇത് കൊടുക്കണ്ട, ഇതിവിടെ വീട്ടിൽ വെച്ചോ. സത്യത്തിൽ ഞാനൊരു ക്ലോക്ക് ഉണ്ടാക്കുന്ന ആളാണെങ്കിലും എൻ്റെ വീട്ടിൽ ഒരു ക്ലോക്ക് പോലും ഇല്ല. അതാണ് യാഥാർത്ഥ്യാവസ്ഥ. കാരണം ഞാനൊരു ക്ലോക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയുള്ള, കുറച്ച് വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോക്ക് വേണം എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലോക്ക് ഇല്ലാത്തത്. കാരണം ഞാൻ വേറെ എവിടെ നിന്ന് വാങ്ങാൻ വിടില്ല. ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കണ്ടെത്തി ആദ്യത്തെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. ബാക്കി ക്ലോക്കിൻ്റെ വീഡിയോസ് എല്ലാം ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോന്ന് നമ്മൾ വെറൈറ്റി പഠിക്കുമ്പം അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ടൈപ്പായിട്ടുള്ള ഒരു ക്ലോക്കാണ്. കാരണം ഇതിലൊരുപാട് സ്റ്റോണ് വേണ്ടി വരും. ഏകദേശം എത്ര സ്റ്റോൺ വേണ്ടി വരും എന്ന് വെച്ചാൽ നമുക്കൊരു 300-400 ഗ്രാമോളം സ്റ്റോൺ എന്തായാലും വേണ്ടി വരും. പിന്നെ ആ ഒരു പാക്കറ്റ് നമുക്ക് ഒരു 100 ഗ്രാം മതിയായിരിക്കും. നമ്മുടെ മിനി സ്റ്റോൺസ് ഇല്ലേ, ഗോൾഡൻ മെറ്റാലിക് മിക്സാക്കി ആ സ്റ്റോൺസ് നമുക്കൊരു 100 ഗ്രാം മതി കേട്ടോ. ബാക്കി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണൊക്കെ നമുക്കൊരു 400 ഗ്രാം ആ ഒരു കണക്കിനാണ്. പിന്നെ ഈ ഒരു ക്ലോക്കിൻ്റെ റെസിൻ്റെ ഒരു മെഷർമെൻറ്റ് വെച്ചാൽ ഒരു ബോട്ടിൽ ഏകദേശം നമ്മളെ 1.5 kg ബോട്ടിലുണ്ട്. അതിൻ്റെ 3/4 ഭാഗവും ഇതിന് ഞാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അത് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ പ്ലേസ്മെൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാണ്. നമുക്ക് ഡിജിറ്റ്സ് വെക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെങ്ങനെയാണ് ഡിജിറ്റ്സ് വെച്ചുകൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 3 ബാക്കോട്ടിലെ സൈസിൽ വേണം ആ ഒരു ഹോൾസിൽ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സെൻട്രലായിട്ട് കിട്ടും. അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിജിറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അറബിക് ന്യൂമറിക്സ് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. വല്ലാണ്ട് ദൂരത്തല്ല, നമ്മൾ കുറച്ച് സർക്കിളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് എന്താക്കുന്നത് ഈ ന്യൂമറിക്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് വർക്ക് ചെയ്യുമോ, നമ്മൾ കറക്റ്റ് ടൈം നോക്കുന്ന പോലെ നോക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നോക്കാൻ പറ്റും. കാരണം നമ്മൾ പ്ലേസ്മെൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിജിറ്റ്സ് മാർക്ക് ചെയ്യുന്നത്, വെറുതെ നമ്മൾ മാർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ അതിൽ ബാറ്ററി ഇട്ടാൽ അത് നമ്മൾ നോർമൽ ക്ലോക്ക് പോലെ തന്നെ നമുക്ക് ടൈം നോക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓർഡറിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടി റെസിൻ മിക്സ് ആക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫൈനൽ കോട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ കോട്ടിങ്ങിനും ഏകദേശം ഞാനൊരു 200 A പാർട്ടും 100 B പാർട്ടും, ഞാൻ 2:1 റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എടുക്കുക. അങ്ങനെ ടോട്ടൽ 300 ഗ്രാമിന് എടുക്കാറുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഫൈനൽ കോട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും മതിയാവും. ഒരു 200 ഗ്രാം അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കും. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് പറഞ്ഞാൽ. എന്നാൽ നമുക്ക് കുറേ ബബിൾസൊക്കെ അത്
നമുക്ക് റിമൂവായി കിട്ടും കേട്ടോ. ഒരു ആദ്യം മിക്സ് ആക്കിയിട്ട് അവിടെ സൈഡിൽ മാറ്റി വെക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ യൂസ് ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ കോട്ടിങ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ന്യൂമറിക്സിൻ്റെ മേലെ കൂടി ആവാതെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. കാരണം നമ്മൾ അതിൻ്റെ മേലെയുള്ള ഷീറ്റ് റിമൂവ് ചെയ്ത് ആ ഒരു കവർ, ട്രാൻസ്പെറൻറ്റ് കവർ നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, അതിൻ്റെ മേലെ ആവാത്ത രീതിയിൽ വേണം റെസിൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും കവർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ വർക്കില്ല, അതിൻ്റെ മേലെ കൂടി ഒന്ന് ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ റെസിൻ ഒഴിച്ചു കൊടുക്കണം. അതായത് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണിൻ്റെ മേലെ കൂടി വരെ നമ്മൾ എന്താക്കണം, റെസിൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അഥവാ ഇനി എവിടെയെങ്കിലും ഡ്രസ്സിനാവാതെ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റോണൊന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക്, ഒരു എക്സ്ട്രാ സേഫ്റ്റിക്കാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് റെസിന് ആയോ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ശേഷം നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ 2 യൂസ് ചെയ്യാറുണ്ട്, ഹീറ്റ് ഗണ്ണ് യൂസ് ചെയ്യാറുണ്ട്, ബബിൾ റിമൂവിങ് സ്പ്രേയും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഞാൻ ഓരോ സമയത്തും ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്യും, ഇടയ്ക്ക് ഞാൻ ഹീറ്റ് ഗൺ യൂസ് ചെയ്യും. കൂടുതലും ഞാൻ ബബിൾ റിമൂവിങ് സ്പ്രേ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതടിച്ചു കൊടുത്താൽ കണ്ടില്ലേ, ആ ഒരു കുമിള ആദ്യം വരും, പിന്നെ അത് റിമൂവായിട്ട് ഓട്ടോമാറ്റിക്കലി റിമൂവായി പോകും കേട്ടോ. പിന്നെ അതും ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മളിനി ബാക്കി ബോർഡറിൽ ബാക്കി വരുന്ന സ്ഥലത്ത് മെറ്റാലിക് ഗോൾഡൻ മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബോർഡർ എഡ്ജസൊക്കെ എന്താക്കുന്നുണ്ട്, ഇതുപോലെ നമ്മൾ ഗോൾഡൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ മാർക്കർ വെച്ച് ചെയ്യണം. അതുപോലെ നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ എഡ്ജസ് ഇല്ലേ നമ്മൾ ന്യൂമറിക്സ് വെച്ച്, അവിടെയും വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ഗോൾഡൻ എന്താ പറയുക, ഒരു ഗോൾഡ് ടച്ച് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു മാർക്കർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടച്ച് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഈ സ്റ്റോണിൻ്റെ മേലെ ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അപ്പോൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഈ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണിൻ്റെ മേലെയും നമ്മൾ മാർക്കർ വെച്ച് ഇതുപോലെ ഒന്ന് വെറുതെ വരച്ചെടുത്താൽ മതി. ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കെന്താവും, ഒരു ഫൈനൽ റിസൾട്ടിൽ നമുക്ക് ഒരു ഗോൾഡൻ ടച്ച് കിട്ടും. പിന്നെ ഇത് ഇത്രയും വലിയ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ മെഷീൻ തന്നെ യൂസ് ചെയ്യണം. അതായത് ഇതാണ് വലിയ മെഷീന്. പിന്നെ 22 mm ആണ് സൈസ്. അപ്പോൾ ആ ഒരു സൈസുള്ള മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ, ക്ലോക്കിൻ്റെ ഹോൾസിലേക്ക് ഇട്ടാൽ നമുക്ക് മേലേക്ക് കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് നീഡിൽ ഇടാൻ പറ്റൂ. അപ്പോൾ കണ്ടില്ല, ഞാൻ 22 mm നീഡിൽ യൂസ് ചെയ്തിട്ട്, മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇത്രയും ബാക്കിയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് അത്രയും തിക്നെസ് ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു ടൈപ്പ് നീഡിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെറിയ സൂചി ഇട്ട് കൊടുക്കുക, പിന്നെ വലിയ സൂചി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ സെക്കൻഡ് സൂചി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ സൂചി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുക, രണ്ടാമത്തെ സൂചി ഒന്ന് നന്നായി പ്രസ് ചെയ്യുക, മൂന്നാമത്തെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ അതിൻ്റെ മേലുള്ള ട്രാൻസ്പെറൻറ്റ് കവർ ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കൽ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്ലോക്കിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ.